ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യുമെന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ കുറച്ച് വിഷമത്തോടെയാണ് ഇട്ടത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന ജീൻസും ഒന്നും എനിക്ക് പാകാവുന്നില്ല. അപ്പോൾ ഞാൻ ജീൻസ് മാറ്റിയിട്ട് വേറൊരു പാൻറ്റാണ് അതിനിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സാഡിൽ ഞാൻ നിൽക്കുകയാണ്. ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാനും നൗഫലും എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും നൗഫലിൻ്റെ ഉമ്മച്ചിയും കൂടിയാണ്. അപ്പോൾ ഈ ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡിലാണ്. അവിടെ ചെന്ന് എന്തൊക്കെ പറയും, എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ, നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ മൂവാറ്റുപുഴയാണ് കാണുന്നത്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഒരു 8:15 8:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ഫുഡ് കഴിക്കാതെ ഉള്ള ടെസ്റ്റാണോ, കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കാനിങ്ങിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചൊക്കെ പോകുന്നു. മെഡിസിനൊക്കെ വാങ്ങിച്ചു. ഫുഡൊക്കെ നല്ലോണം കഴിക്കാൻ പറഞ്ഞു, വെള്ളം നല്ലോണം കുടിക്കാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. കാരണം രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് പോയത്. അതുപോലെ ഒരു സ്കാനിങ്ങിന് എന്തോ വെള്ളമൊന്നും കുടിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. വെള്ളം കുടിക്കാൻ പാടില്ലാത്തെന്തോ സ്കാനിങ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് വെള്ളമൊന്നും കുടിച്ചില്ല. ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ എൻ്റെ ടയർഡ്നെസ് എൻ്റെ മുഖത്തും ഫീൽ ചെയ്യുന്നുണ്ട്. ഒട്ടും വയ്യായിരുന്നു, ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു പായസം കുടിക്കാനായിട്ടുള്ള കടയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പായസം കുടിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മച്ചിയും വാപ്പച്ചിയും അവരെല്ലാവരും കൂടി പായസമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേട്ടാണ് പോയത്. പിന്നെ വീട്ടിലൊന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.